ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. ഞാനിവിടെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഇല്ലാതെ കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒന്നോടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ടയും അതുപോലെ തന്നെ പൊടിയും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഈ പൊടി നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഒരല്പം വെള്ളം മുന്നോട്ട് നിന്നിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മുട്ട ചേർത്തേക്കുന്ന കാരണം ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ മുട്ട എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പോളം വെള്ളം വേണ്ടി വരും ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇത് ഒരു ബോൾ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ഇത് കുഴച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ പൊറോട്ടയും നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. വെളിച്ചെണ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ അങ്ങനെ ഏതെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ കൈയുടെ ആ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയിട്ട് നമ്മുടെ ബോളിൻ്റെ മുകളിലും ഓയിൽ തടവിയിട്ട് ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ച് നമ്മളിത് മൂടിയിട്ട് വെക്കണം. ഇത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മാവ് നമ്മൾ വെച്ചിരുന്ന സമയത്തേക്ക് അന്നേരത്തെ കാലം നന്നായിട്ട് ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. റോൾ ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് നീളത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ബോൾസ് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ബോൾസ് എടുക്കുന്ന ടൈമിൽ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം ബോൾസ് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലും അതിനകത്തായിട്ട് ഞാൻ 1 ടീസ്പൂണ് ഗീയും കൂടെയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വെക്കാം. മുക്കി നമ്മൾ ഒരു 10 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അവർ ക്ലോത്ത് വെച്ച് തന്നെ മൂടിയിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഓരോ മാവുകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് പയ്യെ പരത്തി കൊടുക്കണം. പരത്തി കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റുമാണ്. പിന്നെ നമ്മൾ ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ച കാരണം പെട്ടെന്ന് തന്നെ അതിങ്ങ് പരന്നു പോന്നോളും. നമുക്ക് റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് കൈകൊണ്ട് തന്നെ പയ്യെ ഇതുപോലെ പരത്തി കൊടുത്താൽ മതി.
ഇടയ്ക്ക് നമ്മളൊന്ന് ഓയിലൊന്ന് നമ്മുടെ കൈ ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പയ്യെ ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇങ്ങനെ ഹോൾസ് വന്നെന്ന് ഓർത്തൊന്നും ഒരു കുഴപ്പമില്ല. എന്തോരം നമുക്ക് പരത്താവോ അത് അത്രയും നമ്മൾ തിന്നായിട്ട് നമ്മളിതിങ്ങനെ കൈകൊണ്ട് പരത്തിയെടുക്കണം. നമ്മൾ ഇതിങ്ങനെ പരത്തി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിലും ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഇതളുകൾ ഇതായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് മൈദ നമുക്ക് തൂവി കൊടുക്കാം. അതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ ഒരു സൈഡിൽ നിന്ന് പയ്യെ ഇങ്ങനെ വലിച്ചെടുക്കണം. വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ഇതളുകൾ വരുന്നത് കാണാം. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ വലിച്ചെടുത്ത ഈ മാവിൽ നന്നായിട്ട് ഇതിനകത്ത് ഇതളുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ വലിച്ചെടുക്കണം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്കൊരു സൈഡിൽ നിന്ന് ഇതുപോലെ റോൾ ചെയ്ത് ചുറ്റിച്ചിങ്ങെടുത്താൽ മതി. അപ്പം നമ്മളുടെ ഇങ്ങനെ ഒരു പൊറോട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇതളുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച മാവങ്ങ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് പരത്തിയെടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ദൂരം തിന്നാക്കി പരത്താവോ അത്രയും തിന്നാക്കി നമ്മളിതങ്ങ് പരത്തിയെടുക്കുക. പരത്തുന്ന ടൈമിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ പരത്തി കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലുണ്ടായിരിക്കണം. പിന്നെ തിന്നായിട്ട് തന്നെ പരത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് പരത്തുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം. തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേക്കുന്നതും പൊടി ഇടുന്നതും എല്ലാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് പയ്യെ ഇതുപോലെ പൊക്കി കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിങ്ങനെ ഇതളുകളായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഇതള് ഞൊറിഞ്ഞെടുക്കും അങ്ങനെയൊന്നും ആവശ്യമില്ല. അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഇതളുകൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് ഇങ്ങനെ അങ്ങ് വെക്കുക. റോൾ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ആ പോർഷൻ താഴത്തെ ഭാഗത്തേക്ക് അങ്ങ് കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എൻ്റെ എല്ലാ ഇതും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തിയ പൊറോട്ട നമ്മൾ എടുത്തിട്ട് അത് പയ്യെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തിയെടുക്കുക. റോളർ വെച്ച് ഒരു കാരണവശാലും പരത്തരുത്. കൈകൊണ്ട് തന്നെ ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ തിരിഞ്ഞ് വരും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയിന്ന് ഓർത്തൊന്നും ഒരു കുഴപ്പമില്ല. അത് നമ്മൾ ചുട്ടെടുക്കുന്ന ടൈമിൽ അതിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരും ഇതളുകൾ. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. പരത്തിയെടുക്കുന്നത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ റോളർ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പരത്തി അങ്ങ് കൊടുത്താൽ മതി. നമ്മൾ രണ്ടെണ്ണം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് അല്ലാണ്ട് പണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ദോശക്കല്ല് പോലത്തെ ഇരുമ്പിൻ്റെ ആ സംഭവം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലാത്ത കാരണം ഞാൻ നോൺ സ്റ്റിക്കിലാണ് ചുട്ടെടുക്കുന്നത്. ചുട്ടെടുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കുന്ന ടൈമിൽ ഒരുപാട് നേരം ഇട്ടങ്ങ് വേവിക്കരുത്. ചപ്പാത്തിയൊക്കെ വേവുന്ന പോലെ അത്രയും ടൈമൊന്നും വേണ്ടി വരില്ല. ഇത് മൈദ ആയത് കാരണം അത്യാവശ്യം ഇത് പിന്നെ കട്ടിയും വേണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് നൈസായിട്ടങ്ങ് പരത്തുകയും ചെയ്യരുത്. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും മുരിഞ്ഞു വരുന്ന രീതിയിൽ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഓയിൽ ഒഴിച്ച് ചുട്ടെടുക്കാനായിട്ട് മറക്കരുത്. നമുക്ക് പൊറോട്ട ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം ഓയിൽ നമുക്ക് വേണം. അത്ര ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും.
അപ്പോൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ എതളിപ്പള തന്നെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 3-4 എണ്ണം ചുട്ട് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് തട്ടി തട്ടി കൊടുക്കാം. അപ്പോൾ ചുട്ടെടുത്തതിന് ശേഷം നമ്മളിത് ഒരു കാസറോളിലിട്ട് അടച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് ഒത്തിരി അങ്ങ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ കാസറോളിലിട്ട് ഇത് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 5-6 എണ്ണം ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പയ്യെ തട്ടി കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ആ ഇതളുകൾ ഇങ്ങനെ വിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരും. ഇത് തട്ടിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്ന പൊറോട്ട. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇത് ഇങ്ങനെ വിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമ്മളുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരിക്കലും ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലും പറയത്തില്ല ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന്. അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇപ്പോൾ കാണാനും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം നമ്മൾ പുറത്തുനിന്നൊന്നും അധികം ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ നമുക്ക് തീർച്ചയായും വീട്ടിൽ റെഡിയാക്കാനായിട്ട് പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണിത്. അപ്പം ഇത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു മെത്തേഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാനും പറ്റുന്ന രീതിയായിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. താങ്ക്